നമസ്കാരം. നാണമില്ലല്ലോ പാകിസ്ഥാനികളെ. ഇന്ത്യയെ ഇനിയും മനസ്സിലായില്ല എന്ന് പറയാം. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ മറ്റൊരു ശക്തികളുടെയും ആവശ്യമില്ല എന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പിറക്കിക്കൂട്ടിയ പാകിസ്ഥാനികളുടെ ശവശരീരവും തൂത്തുകൂട്ടിയ തകർന്ന കെട്ടിടങ്ങളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങളിലേക്കും ഒന്ന് ഓർമ്മ പായിച്ചാൽ മാത്രം മതിയാകും. സൈനികപരമായി ഇന്ത്യ പാകിസ്ഥാനെക്കാളും എത്ര മേലെയാണ് എന്ന് ഒരൊറ്റ രാത്രി കണ്ണടച്ചു തുറക്കുന്ന സമയം മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് പാകിസ്ഥാനികൾക്ക് തെളിയിച്ചു കൊടുക്കാൻ. കിടക്കപ്പായിൽ നിന്ന് ഉടുതുണിയുമായി ജീവരക്ഷാർത്ഥം ഓടി ഒളിച്ച ആ രാത്രി ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. ഇന്ത്യ എന്ന് കേട്ടാൽ ഇപ്പോഴും പാകിസ്ഥാനികളുടെ മുട്ടുവിറയ്ക്കും. എന്നിട്ടാണ് താലിബാനെ മുൻനിർത്തി ഇന്ത്യ കളിക്കുന്നു എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണക്കഥ പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യൻ സേന പരസ്യമായാണ് പാകിസ്ഥാനെ വെല്ലുവിളിച്ചത്. പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കി കളയുമെന്ന് ചങ്കുറപ്പോടെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഇന്ത്യ മുതിർന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കരുത്ത് ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറഞ്ഞത് ഇന്നും തൊണ്ടക്കുഴിയിലെ വരൾച്ച പാകിസ്ഥാനികളെ ഓർമ്മിപ്പിക്കും. കേവലം സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പോലും താങ്ങാൻ പാക്കികൾക്ക് കഴിവുണ്ടായില്ല. അതിനുശേഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മുഴുവൻ തീവ്രവാദികളെയും പെറുക്കിക്കൂട്ടിയാണ് ഇന്ത്യൻ സേന കത്തിച്ച് ചാമ്പലാക്കിയത്. പിന്നിൽ നിന്ന് കുത്തുന്നത് പാകിസ്ഥാനികളുടെ കുലത്തൊഴിലാണ്. കാരണം ഇന്ത്യയുടെ മുന്നിൽ നിന്ന് കളിക്കാനുള്ള ചങ്കുറപ്പ് പാക്കികൾക്കില്ല. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോലും മുട്ടുവിറയ്ക്കാതെ മോദിക്ക് ഇപ്പോഴും ഉറച്ച നിലപാടുമായി നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ കേവലം കീടം മാത്രമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാതെയാണ് പുതിയ ആരോപണങ്ങൾ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ നിഴൽയുദ്ധമാണ് നടത്തുന്നതെന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് അഫ്ഗാനിസ്ഥാനിലല്ല ഇന്ത്യയിലാണ് എന്ന് പാക് മന്ത്രി ആരോപിച്ചു. അഫ്ഗാൻ പാക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗുരുതര ആരോപണവുമായി ഖവാജ ആസിഫ് രംഗത്തെത്തിയത്. താലിബാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി അടുത്തിടെ നടത്തിയ 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ ചില പദ്ധതികൾ തയ്യാറാക്കിയെന്നും പാക് മന്ത്രി ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം ഔദ്യോഗികമായ വ്യാപാരത്തിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നുവെങ്കിലും ഇതിന് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പാക് മന്ത്രിയുടെ ആരോപണം. അതേസമയം ദിവസങ്ങളായി തുടരുന്ന അതിർത്തിയിലെ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്കു ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ 48 മണിക്കൂർ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. ബുധനാഴ്ച രാത്രിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളിലെ സർക്കാരുകളും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന അക്രമം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് എതിർ രാജ്യമാണ് എന്ന് ഇരു സർക്കാരുകളും പരസ്പരം അവകാശപ്പെടുന്നുമുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ സങ്കീർണവും എന്നാൽ പരിഹരിക്കാവുന്നതുമായ പ്രശ്നത്തിന് ക്രിയാത്മകമായ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇരുപക്ഷവും ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നില്ലെങ്കിൽ കരാർ പാലിക്കാൻ തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് താലിബാൻ സർക്കാരും വ്യക്തമാക്കിയത്. ആരുടെയെങ്കിലും മേൽ ഇരന്നു വാങ്ങിയ പണിക്ക് കുറ്റം ചുമത്തിയിട്ട് കാര്യമില്ല പാക്കികളെ. ഈ സമയം നോക്കി ഇന്ത്യ കൂടി ഒന്ന് പാക്കികളുടെ നേർക്ക് ഉറക്കെ ശബ്ദിച്ചാൽ പോലും അതുപോലും താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ ഭൂമിയിൽ നിന്ന് തന്നെ കെട്ടടങ്ങിപ്പോകുമെന്ന് ഓർത്താൽ നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച